ഹായ്, അസ്സലാമു അലൈക്കും. ഞാനിന്ന് എൻ്റെ മനസ്സിലെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ വീഡിയോ ചെയ്യുന്നത്. ഞാൻ കുറച്ച് ദിവസമായിട്ട് ഞാൻ ആലോചിക്കുകയാണ്, ലൈക്ക് ആരെങ്കിലും എനിക്കിതിനു മുമ്പേ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ് ഈ ദുനിയാവിലെന്ന് മനസ്സിലാക്കി തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ, അള്ളാഹു ആരാണെന്ന് എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ എൻ്റെ ജീവിതം ആകെ മാറിയനെ. എനിക്ക് എന്താ പറയുക, ഇത്രയും വിഷമവും സ്ട്രെസ്സും ഒന്നും അനുഭവിക്കേണ്ട അവസ്ഥ വരില്ലായിരുന്നു. കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വഴിയിലൂടെ, അല്ലെങ്കിൽ നമ്മളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന വഴിയിലൂടെയാണ് നടക്കുന്നതെങ്കിൽ നമ്മൾ കറക്റ്റായൊരു വഴിയിലൂടെയാണ് പോകുന്നത്. അപ്പോൾ ആ വഴിയിലൂടെ നടക്കുമ്പോൾ നമ്മളെ മനസ്സിന് നല്ലൊരു സമാധാനം കിട്ടും. ചില സമയത്ത് ഞാൻ എൻ്റെ പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കും. അപ്പോൾ ഉള്ളിൽ ഭയങ്കര സങ്കടം വരും. ഞാൻ ആലോചിക്കും, എന്തുകൊണ്ടാണ് എനിക്ക് ആരും ഒരു വഴി കാണിച്ചു തരാതിരുന്നത്, എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയും വർഷം ഒന്നും അറിയാതെ ജീവിച്ചത്. ബട്ട് എനിക്കറിയാം എല്ലാം എൻ്റെ ലൈഫ് സ്റ്റോറി ഇങ്ങനെയാണ്. ലൈക്ക് ദിസ് ഈസ് മൈ കഥർ, ഓൾറെഡി റിട്ടൺ ആണ്. എൻ്റെ ലൈഫ് ഓൾറെഡി പടച്ചോൻ എഴുതി വെച്ചതാണ്. പക്ഷേ നമുക്ക് മനുഷ്യരല്ലേ, നമ്മളങ്ങനെ ആലോചിക്കും. ഉള്ളിൽ സങ്കടം വരുമ്പോൾ ഓരോന്നിങ്ങനെ ആലോചിക്കും. നമ്മൾ അത്രയും കാലം നമ്മൾ ഒന്നും അറിയാതെ ജീവിച്ചതിൻ്റെ ആ ഒരു സങ്കടം ഉണ്ടല്ലോ, കൂടെ ആരും ഇല്ല, ആരും ഉണ്ടായിരുന്നില്ല. അതൊക്കെ ആലോചിക്കുമ്പോൾ ശരിക്കും മനസ്സിന് ഭയങ്കര വിഷമം തോന്നും. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യം മാറ്റിയ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ മനുഷ്യരോട്, ആളുകളോട് സങ്കടങ്ങൾ പറയാൻ നിർത്തി. പകരം ഞാൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയോടാണ് ഞാൻ കൂടുതൽ സംസാരിക്കുന്നത്. എൻ്റെ പ്രശ്നങ്ങൾ ഞാൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയോടാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ. കാരണം മനുഷ്യർക്ക് എപ്പോഴും നമ്മളെ മനസ്സിലായിക്കോണമെന്നില്ല. ചിലപ്പോൾ നമ്മുടെ സ്വന്തം ഫാമിലിക്ക് പോലും, നമ്മളെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, നമ്മളെ ഹസ്ബൻഡ് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, നമ്മുടെ മനസ്സ് ശരിക്കും മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല, നമ്മളെ ക്രിയേറ്റർ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് എല്ലാം അറിയാം. നമ്മളൊന്നും പറഞ്ഞ് വിശദീകരിക്കേണ്ട കാര്യം പോലുമില്ല. നമ്മുടെ മനസ്സിലുള്ള എല്ലാ കാര്യവും അള്ളാഹു സുബ്ഹാനഹു വ തആല കാണുന്നുണ്ട്. നമ്മുടെ വേദന, നമ്മുടെ കണ്ണീര്, നമ്മുടെ പഴയ കാര്യങ്ങൾ, നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മളെ ആരൊക്കെ വേദനിപ്പിച്ചു, എന്തുകൊണ്ടാണ് അതൊക്കെ സംഭവിച്ചത്, എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അറിയാം. നിസ്കരിക്കുമ്പോൾ ഞാൻ അള്ളാഹിനോട് അങ്ങനെ പറയാം, യാ അള്ളാഹ്, എൻ്റെ മനസ്സിന് സമാധാനം തരണേ, എൻ്റെ സങ്കടങ്ങളൊക്കെ മാറ്റി തരണേ, എൻ്റെ മനസ്സ് നല്ലതാക്കി തരണേ, എനിക്ക് എപ്പോഴും അള്ളാഹിനെ ഓർക്കാൻ എന്നെ സഹായിക്കണേ എന്നൊക്കെ. കാരണം ഞാൻ അങ്ങനെ പറയുമ്പോൾ എനിക്ക് ഉള്ളിൽ ഒരു സമാധാനം കിട്ടുന്നുണ്ട്. ഞാനൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ആളൊന്നുമല്ല കേട്ടോ. ഞാൻ ശരിക്കും ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് ഒരു 1.5 വർഷമായിട്ടുള്ളൂ. സത്യം പറഞ്ഞാൽ ആ ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. പക്ഷെ ആ ചേഞ്ചിൽ ഒരുപാട് സ്ട്രഗിൾ ഉണ്ട്. അത് എളുപ്പമുള്ള കാര്യമല്ല. കാരണം നമ്മൾ ഒരുപാട് വർഷം ഒരു രീതിയിൽ ജീവിച്ചിട്ട് പെട്ടെന്നൊരു ദിവസം എല്ലാം മാറ്റാൻ നോക്കുമ്പോൾ നമുക്ക് ലൈക്ക് നമ്മുടെ പഴയ ശീലങ്ങൾ, നമ്മളെ മെൻ്റൽ ഹെൽത്ത്, ലൈക്ക് ഓവർ തിങ്കിങ്, ഞാൻ ഭയങ്കരമായിട്ട് ഓവറായിട്ട് തിങ്ക് ചെയ്യുന്ന ആളാണ്. ഓവർ തിങ്കിങ്, പിന്നെ ദേഷ്യം, ചിന്തകൾ ഒക്കെ മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. ഒരുപാട് സ്ട്രഗിൾ ചെയ്യും നമ്മൾ. പക്ഷേ ഞാൻ 1.5 വർഷമായിട്ട്, എന്ന് വെച്ചാൽ 1.5 വർഷമായിട്ടുള്ളൂ, എനിക്ക് 27 വയസ്സായി. ഈ 1.5 വർഷത്തിൽ ഞാൻ ഒന്നുമില്ല, വെറും 0-ൽ നിന്നാണ് ഞാൻ തുടങ്ങിയത്. എനിക്ക് ശരിക്കും നിസ്കരിക്കാൻ പോലും അറിയണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് മാറാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ വല്ലാഹി നിങ്ങൾക്ക് മാറാൻ പറ്റും. ചില ആളുകൾക്ക് ഇസ്ലാമിനെ കുറിച്ചൊക്കെ അറിയാം, സത്യം എന്താണ് ഒക്കെ അറിയാം. പക്ഷെ എന്നാൽ പോലും അവരത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നില്ല. അവർ ലൈക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് തിരിച്ചു വരാൻ പോലും അവർ ശ്രമിക്കുന്നില്ല. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, തിരിച്ചു വന്നേ പറ്റൂ. കാരണം ഈ ദുനിയാവില്ലേ, നമ്മൾ ഇതിൻ്റെ പിന്നാലെ എത്ര കൂടിയാലും ഇത് നമുക്ക് യഥാർത്ഥ സന്തോഷം തരില്ല. ചിലപ്പോൾ ഒരു നിമിഷത്തേക്ക് തരുമായിരിക്കും, ചിലപ്പോൾ കുറച്ച് കാലത്തേക്ക് തരുന്നുണ്ടാവും. പക്ഷെ എക്കാലത്തേക്കും ഉണ്ടാവില്ല. എന്നുവെച്ചാൽ എപ്പോഴും ഉണ്ടാവില്ലേ ഈ ഒരു സന്തോഷം. ഈ ജീവിതം കുറച്ച് നാളത്തേക്കുള്ളൂ. ഇവിടെ ടെമ്പററി ലൈഫാണ് നമ്മളുടേത്. പക്ഷെ ആഹിറ അത് എന്നേക്കുള്ളതാണെന്ന് നിങ്ങൾ ആലോചിക്കണം. കാരണം അള്ളാഹു നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട് ഖുർആനിൽ. നമുക്കുള്ള വഴി, നിയമങ്ങൾ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് മാന്ത്രികമായി കാണിച്ചു തന്നിട്ടുണ്ട്. നമുക്ക് ദുനിയാവ് വേണ്ട എന്നല്ല, പക്ഷേ അതിൻ്റെ ഇടയിൽ നമ്മുടെ ആഖിറത്തെ നമ്മൾ മറക്കരുത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മറക്കരുത്.
എൻ്റെ ജീവിതത്തിൽ ദീനില്ലാതിരുന്ന സമയത്ത് എൻ്റെ മെൻ്റൽ ഹെൽത്ത് ഭയങ്കര മോശമായിരുന്നു. ഞാൻ അത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇസ്ലാമിലൂടെ ഞാൻ കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങി, അതെൻ്റെ ലൈഫിൽ റിഫ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ, ഞാൻ അള്ളാഹുവിൻ്റെയൊക്കെ കൂടുതൽ അടുക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ കുറേയൊക്കെ മാറി വരുന്നുണ്ട്. എൻ്റെ സങ്കടം എന്താണെന്ന് ചോദിക്കാൻ അന്ന് ആരും ഉണ്ടായിരുന്നില്ല, എന്നെ സഹായിക്കാൻ, എന്നെ നേർവഴിക്കാക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരു ടൈമായപ്പോൾ അള്ളാഹ് എന്നെ ഗൈഡ് ചെയ്തു. ഇത്രയും വർഷം എടുത്തു എല്ലാം അറിയാൻ വേണ്ടിയിട്ട്, സത്യം അറിയാൻ വേണ്ടിയിട്ട്. അൽഹംദുലില്ലാ. ഞാനിപ്പോൾ കുറേ കാലത്തിൽ ഞാൻ എൻ്റെ സമാധാനം ഞാൻ കണ്ടെത്തുന്നുണ്ട്, ഇസ്ലാമിലൂടെ ഞാൻ കണ്ടെത്തുന്നുണ്ട്. ഇത് പഠിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ കണ്ടെത്തുന്നുണ്ട് കുറേ കാര്യങ്ങൾ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ കുറേ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഞാൻ അതിന് മനസമാധാനം കണ്ടെത്തുന്നുണ്ട്. അള്ളാഹാനായിട്ടുള്ള കണക്ഷൻ അത്രയും ഞാൻ സ്ട്രോങ് ആക്കിയോണ്ടാണ് എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും, വിഷമങ്ങൾ വരുമ്പോൾ പോലും ഞാൻ ഭയങ്കര കൂളായിട്ട് നിന്ന് അതൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ ഞാൻ പഠിച്ചത്. കാരണം ഞാൻ പണ്ട് ഇങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ ഞാനിപ്പോഴും കുറേ കാര്യത്തിൽ ഞാൻ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ കുറേ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. എനിക്കിതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ, എൻ്റെ മനസ്സമാധാനത്തിനെ കുറിച്ച്, ഞാൻ എങ്ങനെയാണ് മനസ്സമാധാനം കണ്ടെത്തുന്നത്, കുറേ കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കും അത് മനസ്സിലായി, നിങ്ങളും അതിന് നല്ല നേർവഴിക്ക് ആവും എന്നല്ല, ലൈക്ക് മനസ്സിലാക്കി നിങ്ങളെ കാര്യങ്ങൾ അറിയാതെ അങ്ങനെ മനസ്സിലാക്കാൻ ആരുമില്ല എന്നൊന്നും വിചാരിക്കണ്ട. ഞാൻ എന്താ പറയുക, എന്ത് വിഷമത്തിലൂടെ നിങ്ങളിപ്പോൾ കടന്നു പോവുകയാണെങ്കിൽ പോലും നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ഒറ്റയ്ക്കല്ല. എനിക്ക് ഇത്രയും മുന്നോട്ട് വരാൻ എനിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് പറ്റും. വല്ലാഹി ഉറപ്പായിട്ടും നിങ്ങൾക്ക് പറ്റും. ഇതിൽ എൻ്റെ കൂടെ നിങ്ങൾ ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മളെ അള്ളാഹ് നേർവഴിക്കാക്കട്ടെ എല്ലാവരെയും. നമ്മളെ സത്യത്തെ അള്ളാഹ് സുബ്ഹാനഹു വ തആല എല്ലാവർക്കും സത്യം കാണിച്ചു തരട്ടെ. എവിടെയാണ് ഏറ്റവും കൂടുതൽ മനസ്സമാധാനം എന്ന് അള്ളാഹ് സുബ്ഹാനഹു വ തആല എല്ലാവർക്കും കാണിച്ചു തരട്ടെ, ഇൻക്ലൂഡിങ് മീ. വലൈക്കും അസ്സലാം.